നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് ഒരു ദുർമന്ത്രവാദി പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് ഒരു കൊലപാതകം ആദ്യം ചെയ്യുന്നത്. നയപരമായ കാര്യങ്ങൾ കൊണ്ട് പിണറായി സർക്കാരാണ് നയപരമായ കാര്യങ്ങൾ കൊണ്ടാണ് ഈ നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതെന്നാണ് ഏറ്റവും ഒടുവിലായി സർക്കാർ ഈ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളൊക്കെ അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ ദശകത്തിലൊക്കെ 1500ഓളം ഇത്തരത്തിലുള്ള കേസുകൾ, അതായത് ഈ ദുർമന്ത്രവാദമോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളോ കൊണ്ടുണ്ടായ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ശക്തമായൊരു നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്ത് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഇത് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. ഒരുപക്ഷെ ആളുകൾ കുറച്ചധികം ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മന്ത്രവാദവും അന്ധവിശ്വാസവുമായി ബന്ധിപ്പിക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ടോ? കേരളം സാക്ഷരതയിൽ 1-ാം സ്ഥാനത്താണ്. പക്ഷെ ഇപ്പോഴും നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒന്നും നമുക്ക് തുടച്ചു മാറ്റാൻ കഴിയപ്പെടാതെ പോകും? നിര മാധ്യമങ്ങൾ, അതായത് പത്രങ്ങൾ തന്നെ എടുത്താൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഏലസിന് പരസ്യം, അതെ, പിന്നെ ഈ ശംഖിന് പരസ്യം. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. വിശ്വാസം നല്ലതാണ്, എന്നാൽ അത് അന്ധവിശ്വാസമാകുമ്പോൾ സമൂഹത്തെ തന്നെ വിപത്തിലേക്ക് നയിക്കും. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ആയൂരിൽ മന്ത്രവാദത്തിന് തയ്യാറാകാത്തതിൻ്റെ പേരിൽ ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് തിളച്ച മീൻകറി ഒഴിച്ചു പൊള്ളിച്ചത്. ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്നും അന്ധവിശ്വാസവും മന്ത്രവാദവുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരുറപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. പരിഷ്കൃത വിദ്യാസമ്പന്നരെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും അവബോധമില്ലാത്ത പെരുമാറ്റമാണ് ഈ വിഷയത്തിൽ പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നത്. വിശ്വാസം ഒന്നാണ്, അത് അന്ധവിശ്വാസം അത് മറ്റൊന്നാണ്. പലപ്പോഴും ഈ അന്ധവിശ്വാസം കൂടിയിട്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന പല പ്രവൃത്തികളുണ്ട്. ഇതിൽ കൂടുതലായിട്ടും ഇരയാകുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഒരു അവകാശമാണ്, നമുക്ക് ഭരണഘടന അനുവദിച്ചു തരുന്നതാണ്. എൻ്റെ വിശ്വാസമായിരിക്കില്ല അഖിലയുടെ വിശ്വാസം, രണ്ടും രണ്ടായിരിക്കും. പക്ഷേ പലപ്പോഴും ഈ യുക്തിക്ക് നിരക്കാത്തതായി പോകുന്നതും ഒപ്പം ശാസ്ത്രവുമായി ഒരു തെളിവില്ലാത്തതുമായിട്ടുള്ളതായി ഈ അന്ധവിശ്വാസത്തിലേക്ക് പോകുമ്പോൾ അത് സമൂഹത്തിന് വലിയ രീതിയിലുള്ള ഈ ദോഷമാണ് ചെയ്യുന്നത്. നമുക്ക് മുമ്പിൽ തന്നെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഈ പലപ്പോഴായുള്ള നമ്മളുടെ ഈ വാർത്തകളൊക്കെ പരിശോധിച്ചാൽ തന്നെ ഈ പലപ്പോഴായിട്ട് ഈ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നരബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് എടുത്തു കാണിക്കുവാനായിട്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ നേരത്തെ ഇൻട്രോയിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ വിദ്യാസമ്പന്നരാണ്, നമ്മൾ കേരളം സാക്ഷരതയിൽ 1-ാം സ്ഥാനത്താണ്. പക്ഷേ ഇപ്പോഴും നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒന്നും നമുക്ക് തുടച്ചു മാറ്റാൻ കഴിയപ്പെടാതെ പോകുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാമായ സൂചിപ്പിച്ച പോലെ നമ്മൾ പരിഷ്കൃതരാണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ചെന്ന് നമ്മൾ പലതും പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ കുഞ്ഞു പ്രായത്തിൽ കൊണ്ട് തന്നെ ശാസ്ത്രീയമായ കൃത്യമായ അവബോധം കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒപ്പം വിശ്വാസം എന്നത് മറ്റൊരാളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതല്ല എന്നാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത്. നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ്. ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഈ ഉത്തരേന്ത്യയിലൊക്കെ ഇത്തരത്തിൽ സംഭവങ്ങൾ വളരെ സാധാരണയായി നടക്കുന്നതാണ്. അതായത് കുടുംബത്തിൽ ആൺകുട്ടി ജനിക്കാൻ വേണ്ടി കുടുംബത്തിലെ തന്നെ പെൺകുട്ടിയെ കൊല്ലുന്നതടക്കമുള്ള, അതായത് ബലി കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. ആ വാർത്ത നമ്മൾ കേട്ടിട്ട് അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെയാണ് മനസ്സ് വരുന്നത് എന്ന് ചോദിച്ചിരുന്ന മലയാളികളാണ് ഇപ്പോൾ നരബലിയിലേക്ക് അല്ലെങ്കിൽ ആഭിചാര ക്രിയകൾ ചെയ്യുന്നതിലേക്ക് ഒക്കെ കാര്യങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ചെയ്യേണ്ടത് ആദ്യം തന്നെ നിയമനിർമ്മാണം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഉണ്ടാകണം. നിയമനിർമ്മാണത്തിലേക്കാണ് നമ്മൾ ആദ്യം ചെല്ലേണ്ടത്. ഒപ്പം ചെറിയ ക്ലാസ് കൊണ്ട് തന്നെ ശാസ്ത്രീയമായുള്ള അവബോധം, ഇതുമായി ബന്ധപ്പെട്ട് യുക്തി ഭദ്രമായി പെരുമാറാനുള്ള അവബോധം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ മായ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം ഞെട്ടിയതായിരുന്നു ഇലന്തൂരിലെ ആ ഒരു നരബലി. ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കേട്ടുകൂടാത്തതായിട്ടുള്ള കാര്യമായിരുന്നു. 2 സ്ത്രീകളെയൊക്കെ കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി കൊന്നുകളയുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാനേ പറ്റില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് നമ്മുടെ ഈ ചെന്താമര എന്ന് പറയുന്ന ആൾക്ക് വധശിക്ഷയൊക്കെ, അതായത് ആജീവനാന്തം ജീവപര്യന്തം എന്നുള്ള തരത്തിലേക്കൊക്കെ ശിക്ഷ വിധിച്ചത്. അയാൾ ആ സ്ത്രീയെ കൊല്ലാനുണ്ടായ കാരണം പോലും ഒരു ദുർമന്ത്രവാദി പറഞ്ഞ വാക്കുകളാണ്. അതായത് നിങ്ങളുടെ വീടിനടുത്തുള്ള വളരെ നീളമുള്ള മുടിയുള്ള സ്ത്രീയാണ് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് ഒരു ദുർമന്ത്രവാദി പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് ഒരു കൊലപാതകം ആദ്യം ചെയ്യുന്നത്. അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ വീണ്ടും 2 കൊലപാതകങ്ങൾ കൂടി ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ചു എന്നതാണ്. ചില നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളൊക്കെ അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ ദശകത്തിലൊക്കെ 1500ഓളം ഇത്തരത്തിലുള്ള കേസുകൾ, അതായത്
ഈ ദുർമന്ത്രവാദമോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളോ കൊണ്ടുണ്ടായ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ്. അങ്ങനെ അത്രയും വലിയ കണക്കുകൾ ഉള്ളപ്പോൾ തീർച്ചയായും നമുക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിയമനിർമ്മാണം തന്നെയാണ് വരേണ്ടത്. എവിടെയാണ് അതിൽ നമുക്ക് പിഴച്ചു പോകുന്നത് എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും ഉയരുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ഈ ഗ്രീഷ്മ ഷാരോണിനെ കൊന്ന ഒരു കേസ് ഉണ്ടല്ലോ, അതിൽ പോലും ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നത് ഒരു മന്ത്രവാദി അല്ലെങ്കിൽ ഒരു ജോത്സ്യൻ പറഞ്ഞിരുന്നു ആദ്യ ഭർത്താവ് മരിച്ചു പോകും എന്ന്. അത്തരത്തിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഒരു പക്ഷേ ആളുകൾ കുറച്ചധികം ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മന്ത്രവാദവും അന്ധവിശ്വാസവുമായി ബന്ധിപ്പിക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ടോ എന്നും സ്വാഭാവികമായി സംശയിച്ചൂടെ. സ്വന്തം കുഞ്ഞിനെയൊക്കെ പൊതുമധ്യത്തിൽ കൊന്നുകളയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും നമ്മൾ കണ്ടില്ല. നമുക്ക് എന്ത് ചെയ്യാനാവും? ഞാൻ സൂചിപ്പിച്ച പോലെ നിയമനിർമ്മാണം തന്നെയല്ലേ അതിന് പ്രധാനമായും വേണ്ടത്? തീർച്ചയായും അഖില, ശക്തമായൊരു നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്ത് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഇത് ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു കാര്യം. ഈ ദേശീയ തലത്തിലടക്കം ഒരു നിയമനിർമ്മാണം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. പക്ഷേ ഈ നമ്മുടെ സംസ്ഥാനത്ത് ഒരു നിയമനിർമ്മാണം അത് തീർച്ചയായും അതിൻ്റെ ഒരു ആവശ്യകതയാണ്. ഈ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഇത്തരത്തിൽ അന്ധവിശ്വാസത്തിനെതിരെ നിയമനിർമ്മാണം കൊണ്ടുവന്നത് മഹാരാഷ്ട്രയാണ്. നമ്മളുടെ നരേന്ദ്ര ദാബോൽക്കറുടെ ആ ഒരു വളരെ ശക്തമായ ഒരു ഇടപെടലും ഒക്കെ കൊണ്ടാണ് അത് പ്രാവർത്തികമായത്. പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷം മഹാരാഷ്ട്രയാണ്. തുടർന്ന് അങ്ങോട്ട് ഒരു 8 സംസ്ഥാനങ്ങൾ, ഒഡീഷയും രാജസ്ഥാൻ, കർണാടക അടക്കം, ബീഹാറിലൊക്കെ തീർച്ചയായും അതെ, ഇത്തരത്തിൽ 8 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ അന്ധവിശ്വാസത്തിനെതിരെ ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരത്തിൽ നിയമനിർമ്മാണം കൊണ്ടുവരുമ്പോഴും ഇതിൻ്റെ തുടർ നടപടികൾ പലപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഈ കേസ് എടുക്കുന്നതും ശിക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട പലപ്പോഴും ഇതിൽ പോലീസുകാർക്കുൾപ്പെടെ ഒരു കൃത്യമായ ഈ വിഷയത്തിൽ ഒരു അവഗാഹം, ഏത് രീതിയിലാണ് ഇത് കേസെടുക്കേണ്ടത് എന്നുള്ളത് പോലും പലപ്പോഴും വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ നിർവചിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ നമ്മുടെ നിയമനിർമ്മാണം ഏറ്റവും ഒടുവിലായി ഈ സർക്കാർ ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചത് നയപരമായ കാര്യങ്ങൾ കൊണ്ട്, പിണറായി സർക്കാരാണ്, നയപരമായ കാര്യങ്ങൾ കൊണ്ടാണ് ഈ നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതെന്നാണ് ഏറ്റവും ഒടുവിലായി സർക്കാർ ഈ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അത് ഈ അന്ധവിശ്വാസവും പലപ്പോഴും വിശ്വാസവും അന്ധവിശ്വാസവും നിർവചിക്കപ്പെടുന്നതിലുള്ള ഒരു ആശങ്കയാണ് ഇതിൽ പ്രധാനമായിട്ടും മുന്നോട്ട് വരുന്നത്. നമ്മുടെ ഈ കേരളത്തിൽ ഈ നിയമസഭയിലാകെ 4 തവണയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബില്ല് അത് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നത്. 2014 അത് രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായിരിക്കുന്ന സമയത്ത്, അതെ, ആ സമയത്തായിരുന്നു ADGP ആയിരുന്ന ഹേമചന്ദ്രനായിരുന്നു ഈ ബില്ലിൻ്റെ കരട് രൂപവും ഒക്കെ തയ്യാറാക്കി കൊണ്ടുവന്നത്. പക്ഷെ അത് എവിടെയും എത്തിയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെയായിരുന്നു 2018 അന്ന് PT തോമസ് MLA ആയിരുന്ന സമയത്താണ് ഈ അന്ധവിശ്വാസ നിരോധന ബില്ല് കൊണ്ടുവന്നു. അപ്പോൾ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഒക്കെ 5 പേർ ഇതിനെ അനുകൂലിച്ചും ഒക്കെ സംസാരിച്ചു. പക്ഷേ ഇതൊരു നിയമമായി വരുമെന്ന് പറഞ്ഞു. പക്ഷേ അതും ചുവപ്പ് നാടയിൽ ഒരു ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു 2019 ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായ ഒരു നിയമപരിഷ്കാര കമ്മീഷൻ കൊണ്ടുവന്ന ഒരു ബില്ലും, അതിനും ഈ സമാനമായ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഒപ്പം ഏറ്റവും ഒടുവിലായിട്ടാണ് 2021 തോന്നുന്നു KD പ്രസേനൻ MLA അദ്ദേഹം കൊണ്ടുവന്ന വളരെ വിശാലമായ അർത്ഥതലങ്ങളൊക്കെ ഉണ്ടായ നിർവചനങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് അത്തരത്തിലൊരു ബില്ല് അവതരിപ്പിച്ചത്. പക്ഷേ അതിപ്പോഴും അതിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു. അത് നിയമനിർമ്മാണം നടക്കുമെന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷന്റെ ഒരു പരിഗണനയിലുള്ള വിഷയമായി തന്നെ ഇന്നും അവസാനിക്കുകയാണ്. പക്ഷേ നയപരമായ ഒരു തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല? അതായത് ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ മതപരമായ ആളുകളും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. എങ്ങനെ ഇത് നിർവചിക്കും എന്നുള്ള ചോദ്യത്തിൽ നേരത്തെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതും അങ്ങനെയാണ്. എങ്ങനെയാണ് ഇതിനെ നിർവചിക്കുക? ഇത് ഒരുപക്ഷെ ഈ അന്ധവിശ്വാസങ്ങൾ മതപരമായി കൂട്ടിച്ചേർക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് തോന്നുന്നത്. സാധാരണ ഇപ്പോൾ നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ ഹിന്ദു മതത്തിലായിരുന്നു കൂടുതൽ ഇത്തരത്തിൽ ബലി കൊടുക്കൽ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇസ്ലാം മതത്തിലും അതുപോലെ തന്നെ ഈ ക്രിസ്ത്യാനികൾക്കിടയിലും ഒക്കെ ഇപ്പോൾ വളരെ കൂടുതൽ അന്ധവിശ്വാസം വളരെ ഇതായിട്ട് വരുന്നുണ്ട്. അതായത് ഈ അവരുടെ ചില മാഗസീൻസ് അല്ലെങ്കിൽ പത്രങ്ങളൊക്കെ വായിച്ചാൽ അസുഖം മാറുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഈ അതുപോലെ തന്നെ ഈ മുസ്ലിംസിന്റെ ഇടയിലും ഉണ്ട് നരബലി ചെയ്യുന്നതും അതിന് ജിന്നിനെ ഒഴിവാക്കാനുള്ള ശ്രമവും അങ്ങനെയൊക്കെയാണല്ലോ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്, ജിന്ന് ഒഴിവാക്കാൻ. അപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിലും ഒക്കെ അങ്ങനെ മതപരമായി ഇതിനെ ശരിക്കും കൂട്ടി കെട്ടേണ്ട അങ്ങനെയില്ല. മനുഷ്യരുടെ ഇടയിൽ അതെന്തോ ആഴത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ എത്ര പുരോഗമനമാണ്, വിദ്യാസമ്പന്നരാണെന്ന് പറഞ്ഞാൽ പോലും ഇതിന് വളരെയധികം ചൂഷണത്തിന് വിധേയരാകുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളും, ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതലായിട്ട് ഇരയാകുന്നത്. ഈ ചികിത്സ നിഷേധിച്ച ഒരു സംഭവം തന്നെയുണ്ട്. കരുനാഗപ്പള്ളിയിലാണെന്ന് തോന്നുന്നു.
വന്നു. മറ്റേ അസുഖമായിട്ട് ആധുനികമായിട്ടുള്ള ചികിത്സ പോലും നിഷേധിച്ചുകൊണ്ട് ഈ മറ്റേ പാരമ്പര്യമായ മന്ത്രവാദത്തിലേക്ക് അതെ ആ രീതിയിലാണ് അത് പോകുന്നത്. ഈ പാലക്കാടും ഈ സമാനമായി അഖില നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ നരബലിയുടെ സമയത്ത് അമ്മ 2021 തോന്നുന്നു അമ്മ ഒരു കുട്ടിയെ നരബലി കൊടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ആദ്യം ഞെട്ടിയത് 2018 ഇന്ത്യയിൽ ഈ രാജ്യം മുഴുവൻ ഞെട്ടിയതാണ് ബുരാരിയിൽ ഉണ്ടായിരുന്ന ആ ഒരു കൂട്ടക്കൊല. 11 പേരാണ് അന്ന് ഈ മറ്റേ ഒരു ആൽമരം പോലെ തൂങ്ങിയിരിക്കുന്ന ആത്മഹത്യ ചെയ്ത ആ ഒരു സംഭവം. അത് കണ്ടിട്ടാണ് രാജ്യം ആകെ തരിച്ചു നിന്നത്. പിന്നെ അതിന്റെ കേസൊക്കെയായി നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ കണ്ടതാണ്. നമ്മുടെ ഈ സംസ്ഥാനത്ത് നമ്മൾ ഏറെ ഞെട്ടിയതാണ്. ഈ നമ്മുടെ തലസ്ഥാനത്ത് തന്നെ ഈ കേഡൽ ജിൻസൺ അമ്മയെയും സഹോദരിയെയും വീട്ടിലെ ബന്ധുവിനെയും ഒക്കെ കൊലപ്പെടുത്തിയത് ഇത് തരത്തിലൊരു അന്ധവിശ്വാസത്തിന്റെയോ അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്കുള്ള ചില ചിന്തകളുടെയൊക്കെ ഭാഗമായിട്ടാണ്. അത് ആസ്ട്രോ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ് ഒരു പല ഘട്ടത്തിലും പോലീസിനെ അടക്കം കുഴപ്പിക്കുന്ന ഒരു മനോരോഗമുണ്ട് തനിക്ക്, ആ രീതിയിൽ കുഴപ്പിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ അത് അന്വേഷണങ്ങൾക്കൊടുവിൽ ആ രീതിയിലല്ല എന്നൊക്കെയായി കണ്ടെത്തലൊക്കെ ആയിട്ട് മുന്നോട്ട് അതിലും ഒരു അന്ധവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവറിലേക്ക് എത്താൻ പറ്റുന്നതിന്റെ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നോർത്തിലും ബാംഗ്ലൂരിലും ഒക്കെ ഒരു കുടുംബം മുഴുവൻ അത്തരത്തിൽ സൂപ്പർ നാച്ചുറൽ പവർ, അതായത് മറ്റൊരു ലോകത്തെത്തിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയ തരത്തിലേക്ക് മാറും എന്നുള്ളത്, ഒരു കുടുംബം തന്നെ ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് ഒക്കെ ആത്മഹത്യാ കുറിപ്പൊക്കെ എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ, ഇതെല്ലാം ശരിക്കും അന്ധവിശ്വാസം. അതിൽ പക്ഷേ നമ്മുടെ പല മാധ്യമങ്ങൾക്ക് പോലും ആ കാര്യത്തിൽ വലിയ പങ്കുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളിപ്പോൾ മുൻനിര മാധ്യമങ്ങൾ, അതായത് പത്രങ്ങൾ തന്നെ എടുത്താൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഏലസിന് പരസ്യം, പിന്നെ ഈ ശംഖിന് പരസ്യം, ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ആരെയും അങ്ങനെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. പക്ഷേ അത്തരത്തിൽ നമ്മൾ പല ഇത്തരത്തിൽ ഇത് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. അങ്ങനെ എത്ര പരസ്യങ്ങളാണ് ചൈനയിൽ ഉണ്ടാകുന്ന വലംപിരി ശംഖിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള കേരളത്തിലാണ്. അതെ. പിന്നെ ഈ മാല അങ്ങനെയൊക്കെ നമ്മൾ ചില സിനിമകളിലൊക്കെ തമാശയായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. 5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന മാല ഇനി അങ്ങോട്ട് സർവ്വ ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലാണ്ട് പോകുന്ന. പക്ഷെ അതും വാങ്ങുന്ന ആളുകളുണ്ടെന്നാണ്, നിരവധി ആളുകളാണ് അത് വാങ്ങി വിശ്വസിക്കുകയാണ് തങ്ങൾക്ക് ഐശ്വര്യം വരും അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബം നന്നാകും എന്നൊക്കെ കണ്ട് ഇത് ആളുകൾ വാങ്ങുകയാണ്. അതിലൊരു വലിയ പങ്ക് നമ്മുടെ മാധ്യമങ്ങളും യഥാർത്ഥത്തിൽ ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോഴും നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ആ വിഷയം കൈകാര്യം ചെയ്യുന്ന രീതി പോലും കുറച്ചധികം എക്സാജറേഷൻ നമ്മൾ ആ വിഷയങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായും തോന്നാറുണ്ട്. പിന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ഇപ്പം നേരത്തെ തന്നെ ആദ്യ കാലങ്ങളിൽ ഈ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ആദ്യം ഈ ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് ഈ മന്ത്രവാദിനി എന്നുള്ള തരത്തിലാണ്, അതായത് സ്ത്രീയാണ് അതിൽ എപ്പോഴും ഇതാവുന്നത്. ആദ്യമായി ബില്ല് കൊണ്ടുവരുന്ന സ്ഥലത്തൊക്കെ പിന്നീടാണ് അത് പരിഷ്കരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രവാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു മറ്റ് തരത്തിൽ, അതായത് വിശ്വാസത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ആ നിയമനിർമ്മാണം തന്നെ കൊണ്ടുവരുന്നത്. ഇത് സർക്കാർ മുന്നിട്ടിറങ്ങി ഇതിലൊരു കൃത്യമായ അവബോധം ജനങ്ങൾക്കിടയിൽ ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തോ ഒരു യുക്തിവാദി സംഘടനകളോ അവരാണ് ഇതിനു മുൻപ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്യാമ്പയിനുകളും ഒരു അവബോധ പ്രവർത്തനങ്ങളും ഒക്കെയായി നടന്നത്. ഈ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തന്നെ ഒരു തരത്തിലൊരു ബില്ല് കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ആളുകൾക്കിടയിലേക്ക് നിരന്തരം ഇറങ്ങി ഇതിനെതിരെ അവബോധം സൃഷ്ടിക്കാനൊക്കെ ഈ യുക്തിവാദി സംഘടനകളിൽ നിന്നും ഒപ്പം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ നിന്നൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നിയമസഭയിലടക്കം പറഞ്ഞതാണ് ഈ ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ, പക്ഷേ അതിൻ്റെ തുടർ നടപടികളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമായ ഒരു അവബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി നല്ലതേതാണ്, വിശ്വാസം ഏതാണ്, അന്ധവിശ്വാസം ഏതാണ് എന്നുള്ള രീതിയിൽ കൃത്യമായ ഒരു അവബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള വിപത്തിനെതിരെ നമുക്ക് തീർച്ചയായും അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. സാമൂഹികമായുള്ള അവബോധം വേണം, ശാസ്ത്രീയമായ അവബോധമുണ്ട്. ഈ നമ്മളിപ്പോൾ പറയുന്ന പല കാര്യങ്ങൾക്കും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾ, ഇനി വളർന്നു വരുന്ന തലമുറയെങ്കിലും അത്തരത്തിൽ ഉള്ള ഈ ചൂഷണം, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തരം ചൂഷണമാണ്. കൊലപാതകത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു, പക്ഷേ ലൈംഗിക അതിക്രമമൊക്കെ വളരെ കൂടുതൽ ഇതിൽ നടക്കുന്നുണ്ട്. ഒപ്പം സാമ്പത്തിക ക്രമക്കേട് വളരെ കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലും ഇത്തരത്തിൽ ഈ മന്ത്രവാദം ചെയ്യുന്നവരോ അല്ലെങ്കിൽ നമ്മളെ ഈ ആഭിചാര ക്രിയകൾ ചെയ്യുന്നവരോ ഒന്നും സൗജന്യമായി ഒന്നും ചെയ്യുന്നില്ല. ധാരാളം പണം നമ്മുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്, അവർ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഇതുവഴി നമുക്കൊരു നന്മയും കിട്ടാനില്ല. ഒരാളെ നശിപ്പിച്ചത് കൊണ്ട് എങ്ങനെയാണ് നന്മ കിട്ടുക എന്നുള്ള ആ ഒരു സ്വാഭാവികമായ ബോധമാണ്
നമുക്കുണ്ടാകേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ സാമൂഹികമായ ഒരു അവബോധം ഉണ്ടാകണം കൃത്യമായിട്ട്. ഒപ്പം തന്നെ ശാസ്ത്രീയമായി ഇതിനൊരു അടിത്തറയില്ല എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ഇപ്പോഴുള്ള തലമുറയെ നമുക്കതിങ്ങനെ ഇനി അത് പഠിപ്പിച്ച് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമല്ല. അതിന് നമുക്ക് കൃത്യമായ നിയമനിർമ്മാണത്തിലൂടെ നടപടിയെടുക്കുക മാത്രമേ പറ്റൂ. പക്ഷേ ഇനി വളർന്നു വരുന്ന പുതിയ തലമുറയിലേക്കെങ്കിലും നമ്മൾ അത് വളർത്തിയെടുക്കണം. അതായത് പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ. പക്ഷേ ഇപ്പോൾ ആ പുരോഗമന പ്രസ്ഥാനമൊക്കെ എവിടെ പോയി? യുക്തിവാദി സംഘടനകളൊക്കെ ശക്തമായി പ്രവർത്തിച്ചിരുന്ന ഒരു നാടാണ്. വിശ്വാസം അതിനപ്പുറത്തേക്ക് യുക്തിവാദവും ഒക്കെ കൊണ്ടുപോയ നാടാണ്. ഈ ഇടത് സർക്കാർ ഭരിക്കുമ്പോഴെങ്കിലും ഇത്തരത്തിലൊരു നിയമനിർമ്മാണം അത് പലരും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കും. അതൊരു അനിവാര്യത കൂടിയാണ് ഇത്തരത്തിലൊരു നിയമനിർമ്മാണം. കാരണം പിണറായി വിജയൻ സർക്കാർ മാറി മാറി ഭരിച്ചു, UDF ഭരിച്ചു, LDF ഭരിച്ചു. പക്ഷേ എങ്കിൽ പോലും ഈ നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഇപ്പോഴും നടപ്പാക്കാത്ത ഒരു കാര്യമാണ്. പിന്നെയും കൂടുതൽ ആളുകൾ കൂടുതലായി പ്രതീക്ഷിക്കുക ഒരു ഇടത് സർക്കാരിൻ്റെ ഭരണകാലത്താണ് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണത്തിനൊക്കെ സാധ്യത എന്നുള്ളതാണ്. പക്ഷേ അതപ്പോഴും അത് അവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അന്ധവിശ്വാസവും അനാചാരവുമെല്ലാം എല്ലാ കാലത്തും നമ്മുടെ നാടിൻ്റെ ഉന്നമനത്തെ പിന്നോട്ടടിക്കുന്നതാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ സമഗ്രമായ നിയമനിർമ്മാണവും ഒപ്പം ശക്തമായ ബോധവൽക്കരണവും കൂടിയേ തീരും. നിയമനിർമ്മാണത്തിൽ നിന്ന് സർക്കാരുകളെ പിന്നോട്ടടിക്കുന്ന കാരണങ്ങൾ എന്തു തന്നെയായാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഏതായാലും നമ്മുടെ വിശ്വാസങ്ങൾ യുക്തിയിൽ അധിഷ്ഠിതമാകട്ടെ, അന്ധതയിലല്ല.